വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ചേർന്ന് കടവന്ത്രയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മരുമകൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മരുമകളുടെ ബർത്ത്ഡേ ഈ വരുന്ന 16-ാം തീയതിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ആ മകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജന്മദിന നന്മകളും അവരുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 പേർക്കും ജന്മദിന ആശംസകൾ. അപ്പോൾ തന്നെ കർത്താവെ, തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരുമകൾക്കും മരുമകനും കർത്താവെ സകല അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമ്പോൾ തന്നെ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുമകൻ്റെ ആ സ്മോക്കിംഗ് ഹാബിറ്റ്, അതുപോലെ തന്നെ മദ്യപാനവും യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി മാറിപ്പോകാൻ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ജയ്പൂരിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകളുടെ വിവാഹം നാളെയാണല്ലോ കർത്താവ് നടക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ആ വിവാഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ അത് നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ ഷോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം കർത്താവ് ഷോണിന് നൽകണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതോടൊപ്പം മുഖത്തലയിൽ നിന്നുള്ള നാൻസി ബെനിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചേർന്ന് തൻ്റെ ഭർത്താവ് ബെനിസിന് കുവൈറ്റിൽ നല്ലൊരു ജോലി ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം അവർക്കുണ്ടാകേണ്ടതിനും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ചെമ്പൂരിൽ നിന്നുള്ള കൃഷ്ണമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ മാനിഷിനും ആ കുടുംബത്തിലെ എല്ലാവർക്കും നല്ല ആരോഗ്യം അങ്ങ് നൽകണമേ, ദൈവിക സമാധാനം നൽകണമേ, മറ്റെല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കൊല്ലത്തു നിന്നുള്ള പ്രസന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകന് നല്ല ഒരു ജോലി ലഭിക്കുവാനും വിവാഹം നടക്കുവാനും ഈ കുടുംബത്തിലെ മുഴുവൻ പേരും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറെയും കർത്താവ് നീ അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പോണ്ടിച്ചേരി ഒക്ടോബർ 2 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാവിയോ ഹാൾ, ഹോളി സ്പിരിറ്റ് ചർച്ചിന് സമീപം, ടാഗോർ നഗർ, ലോസ്പെറ്റ്, പുതുച്ചേരി 605008. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഒക്ടോബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഈ മകൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നേ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുള്ള ചെറിയ ചെറിയ കോപ്പറിൻ്റെ കഷ്ണങ്ങൾ ഈ മകൻ്റെ കണ്ണിൽ അടിച്ചു കയറുകയും കണ്ണിന് സാരമായിട്ട് പരിക്ക് പറ്റി കണ്ണിൻ്റെ അകത്ത് പൊട്ടലുണ്ടാകുകയും ചെയ്തു. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, എങ്കിലും ആരാധന മുടക്കാതെ ഇവിടെ വന്നു പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി. തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് അസഹ്യമായ വേദനയായിരുന്നു, കണ്ണ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഡോക്ടർ അതിൻ്റെ അകത്ത് മരുന്ന് വയ്ക്കുകയും കണ്ണ് മൂടിക്കെട്ടുകയും ചെയ്തിട്ട് വീട്ടിൽ പറഞ്ഞു വിട്ടു, ഇത് തുറക്കരുത്, ശക്തമായ വേദനയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാനായിട്ട് എഴുന്നേറ്റു. ഒരു കണ്ണുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ കണ്ണുവിന് പോലും തുറക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വേദനയും വല്ലാത്തൊരു ഇറിറ്റേഷനും കണ്ണിലുണ്ടായിരുന്നു. എങ്കിലും ആ പ്രാർത്ഥനയുടെ സമയത്ത് അവസാന നിമിഷത്തിലായി കഴിഞ്ഞപ്പോൾ ദൈവദാസൻ ഡാമിയൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു,
കണ്ണിന് അസഹ്യമായിട്ട് വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. യേശു കർത്താവ് ആ മകനെ സൗഖ്യമാക്കുന്നു എന്ന് കേട്ടപ്പോൾ പതുക്കെയാണെങ്കിലും ആ കണ്ണിൻ്റെ മൂടിക്കെട്ടിലൊന്ന് തുറന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഈ ടി വിയിലേക്കൊന്ന് നോക്കി. സാധാരണ വെളിച്ചം കാണാൻ പറ്റത്തില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല, വളരെ ഇറിറ്റേഷൻ ആയിരുന്നു. എങ്കിൽ ആ സമയത്ത് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കണ്ണ് കൃഷ്ണമണി ഒന്ന് ഉരുട്ടി നോക്കി, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം ആ മൂടിക്കെട്ടിയതും പിടിച്ച് പറിച്ച് മാറ്റിയെടുത്തിട്ട് കണ്ണ് ശരിക്കും അങ്ങോട്ട് തുറന്നിട്ട് ടി വിയിൽ നോക്കി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇപ്പോൾ കേട്ട ഈ പ്രാർത്ഥന എൻ്റെ കണ്ണുകൾക്കുള്ള സൗഖ്യമാണ്, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഉടനെ തന്നെ പുറത്തേക്ക് നോക്കി എല്ലാം ചെയ്തു, ഒരു പ്രശ്നവുമില്ല. അതിനുശേഷം മരുന്ന് പോലും വെക്കാതെ പൂർണ്ണ സൗഖ്യം ഈ മകന് കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തായിരുന്നു കമ്മിൽ സംഭവിച്ചത്? ഈ ഷോർട്ട് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോഗിൾസ് ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അവർ പറഞ്ഞു ഗോഗിൾസ് ഇല്ല, എന്നാലും ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ചെയ്താണ്. അപ്പോൾ ഈ ഓപ്പർ കംപ്ലീറ്റ് തെറിച്ച് കണ്ണിൽ വീണു. ചെറിയ ചെറിയ തരികളാണ്. ചെറിയ ചെറിയ ലോഹ കഷ്ണങ്ങളാണ് തൻ്റെ കണ്ണിലേക്ക് പതിച്ചത്. കണ്ണിൻ്റെ ഈ കൃഷ്ണമ്മയുടെ മോൾ വശം കണ്ട് 6 എണ്ണം തറഞ്ഞിരിപ്പണെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ മരുന്ന് അവർ പുറത്തുനിന്ന് എഴുതി തന്ന്, പുറത്തെല്ലായിടത്തും ചെന്നപ്പോൾ ഈ മരുന്ന് ഞങ്ങൾ കിട്ടിയില്ല. എന്നിട്ട് ഡോക്ടർ അകത്തുനിന്ന് ആദ്യം വെച്ചെന്ന മരുന്ന് വെച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ അത് തിങ്കളാഴ്ച ആയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ കാണാൻ പറ്റില്ലായിരുന്നു, എന്നാലും കേൾക്കാൻ വേണ്ടി ഞാൻ അവിടെ കസേരയിട്ട് ഇരുന്ന്, നിനക്ക് വേണ്ടിയാണ്, അത് തുറന്ന് കണ്ണ് ഉള്ളിലിട്ട് ഓടിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് മനസ്സിലെപ്പോഴും വന്നുകൊണ്ടിരുന്ന ചേച്ചി. അങ്ങനെ പെട്ടെന്ന് പറിച്ച് കളഞ്ഞിട്ട് ഞാൻ വേഗം ജനല തുറന്നിട്ട് ഉള്ളിൽ കൂടി ഞാൻ സൂര്യനായി ഇങ്ങനെ നോക്കി, കണ്ണിങ്ങനെ തുറന്ന് പിടിച്ച് നോക്കി. അപ്പോൾ എനിക്കൊന്നുമില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞ് അല്ല ടോർച്ച് എടുക്കാൻ പറഞ്ഞു. ടോർച്ച് എടുത്തിട്ട് കണ്ണ് തുറന്നിട്ട് ഉള്ളിലോട്ടൊക്കെ അടിച്ചു നോക്കി, എല്ലായിടത്തും അടിച്ചു നോക്കി. ലൈറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു കണ്ണ് വെച്ച് നോക്കി. എനിക്കൊരു വേദനകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കർത്താവ് അത്ഭുതകരമായി തന്നെ സൗഖ്യമാക്കി. അതുപോലെ തന്നെ ഈ സഹോദരിക്കുള്ള ഒരു സാക്ഷ്യം പറയൂ. ഈ മകളുടെ കൊച്ചുനാൾ മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ ഇദ്ദേഹത്തിൻ്റെ ചെവി എപ്പോഴും വേദനയാണ്, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയൊലിക്കുമായിരുന്നു. അങ്ങനെ പ്രായമായപ്പോഴും അതേ വേദന കണ്ടിന്യൂ ചെയ്തു. പലപ്പോഴും പല ഹോസ്പിറ്റലിൽ പോയി, യാതൊരു കുറവുണ്ടായിരുന്നില്ല. ഏകദേശം ജനുവരി മാസം 25-ാം തീയതി, ഈ കഴിഞ്ഞ ജനുവരി 25-ാം തീയതി ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് ഇവിടെ വരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയുമായിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെഡിക്കൽ ക്യാമ്പിൻ്റെ ഇടയിൽ കയറി ഒരു പെയിൻ കില്ലർ എങ്കിലും കഴിച്ചിട്ട് ആരാധനയ്ക്ക് ഇരിക്കാം എന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും ഏതാണ്ട് ആരാധനയുടെ സമയം തുടങ്ങിയതുകൊണ്ട് അവരൊന്നും മേടിക്കാൻ നിന്നില്ല. ഉടനെ അകത്ത് കയറി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ഈ തണുപ്പ് കാരണം ഈ മകളുടെ ചെവിയുടെ അകത്തുനിന്ന് വളരെ ഭയങ്കര വേദനയായിരുന്നു. ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് മകൾ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. എന്നാൽ ആരാധനയുടെ അവസാനം പ്രാർത്ഥനാ സമയത്ത് ഡാമിൻ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ചെവി വളരെ കേൾക്കാൻ പോലും പറ്റാത്ത വിധം നിൽക്കുന്ന വേദനയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ നിമിഷം മുതൽ ഈ മകൾ പറയുന്നത്, എനിക്ക് ഓർമ്മയില്ല വേദന എപ്പോൾ മാറിപ്പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പൊത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന കൈ ഞാൻ എടുത്തു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവാണ് എന്നെ ഓർമ്മിപ്പിച്ചത്, നിനക്കിപ്പോൾ വേദന ഇല്ലേ എന്ന്. അപ്പോൾ ഈ മകൾ പറഞ്ഞു, എനിക്കിപ്പോൾ വേദനയില്ല, ഞാനത് ഫീൽ ചെയ്യണില്ല. അന്ന് മുതൽ ഇന്ന് വരെ ആ വേദന മടങ്ങി വന്നിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ വേദന പൂർണ്ണമായിട്ടും കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 0484 422 171. എന്റെ പാപഭാരവുമാ വല്ലഭ ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ,
മണ്ണിൽ താണു വന്നവനെ എനിക്കായിട്ടല്ലയോ ജീവനെ God can give you the things you have never seen. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ ദൈവത്തിന് കഴിവുള്ളവനാണ്. In the times of Elijah, ഏലിയാവിന്റെ കാലത്ത് for many years there was no rain. ഒത്തിരി വർഷങ്ങളോളം അവിടെ മഴയുണ്ടായിരുന്നില്ല. But when he prayed അദ്ദേഹം പ്രാർത്ഥിച്ച on സമയത്ത് Mount Horeb, ഹോരേബ് പർവ്വതത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ rain started coming down. മഴ വരുവാൻ തുടങ്ങി. Hallelujah. Hallelujah. Because our God is the rain creator and the rain producer. കാരണം നമ്മുടെ ദൈവമാണ് മഴയെ സൃഷ്ടിച്ചത്, മഴയെ പെയ്യിപ്പിക്കുന്നതാണ് നമ്മുടെ ദൈവം. Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ ചിലർ you are wondering in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അത്ഭുതത്തോടു കൂടി ഇരിക്കുകയാണ്. Father, in my life I have never had any joyful happy days. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു നല്ലൊരു സന്തോഷത്തിന്റെ ദിവസങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. I have never enjoyed a peaceful day. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സമാധാനം ഞാൻ അനുഭവിച്ചിട്ടില്ല. But and I guess this will be like that till I die. ഞാൻ ഇപ്പോൾ മനസ്സിൽ കാണുന്നതാണ് ഇത് എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെ തന്നെ പോകുമെന്നാണ് ഞാൻ No, കരുതുന്നത്. it is not like that. എന്നാൽ അങ്ങനെയല്ല. If you hope in the Lord, നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുകയാണെങ്കിൽ the things you have not today, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നില്ലാത്ത കാര്യങ്ങൾ the പോലും, things you have never seen today, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും will come to your lap. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മടിയിലേക്ക് വരാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. How many of you believe that? നിങ്ങൾ അതിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. The job you have never seen in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു നല്ല ജോലി, the life partner you have never met in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിത പങ്കാളി, the financial breakthrough you have never seen in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സാമ്പത്തികമായ വലിയൊരു the അനുഗ്രഹം, expansions and enlargement you have never enjoyed in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയൊരു വിശാലതയും ഒരു വലിയൊരു വർധനവും I prophesy over you today. ഇന്ന് ഞാൻ നിങ്ങളുടെ മേലിൽ ഞാൻ ഇന്ന് പ്രവചിച്ചത് അത് പ്രഖ്യാപിക്കുകയാണ്. It will come if you hope in the Lord. നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നു ചേരാൻ പോവുകയാണ്. Your calculations may go wrong. നിങ്ങളുടെ കണക്കുകൂട്ടൽ അത് തെറ്റായി പോയെന്ന് വരാം. Your imaginations may go into wrong direction. നിങ്ങളുടെ ചിന്തകൾ അത് തെറ്റായ രീതിയിലേക്ക് കടന്നുപോയെന്ന് വരാം. But when Jesus is there, എന്നാൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ He is the hope giver. യേശു കർത്താവാണ് പ്രത്യാശ നൽകുന്നവൻ. Clap your hands for the Lord once again. കൈകൾ അടിച്ചുകൊണ്ട് ഈ നല്ല ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയാലോ. Number 4. നാലാമതായി The same verse says, ആ വാക്യം പറയുന്നു, we should wait patiently for what we expect. നമ്മൾ കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കണമെന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. Meaning our God is not a magician. അതിന്റെ അർത്ഥം എന്ന് പറയാം നമ്മുടെ ദൈവം ഒരു മാജിക്കുകാരനല്ല. He is a miracle worker. അദ്ദേഹം അത്ഭുതങ്ങൾ A ചെയ്യുന്നവനാണ്. miracle worker is greater than a magician. ഒരു അത്ഭുതങ്ങൾ കാണിക്കുന്ന ആള് സാധാരണ മാജിക്ക് കാണിക്കുന്നതിനേക്കാൾ വലിയൊരു വ്യക്തിയാണ്. Hallelujah. ഹല്ലേലൂയ. If there is no opportunity in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരത്തിന് നിങ്ങൾക്ക് സാധ്യതയില്ലെങ്കിൽ, if there is no hope of any hope in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെങ്കിൽ, God can create it for you. ദൈവത്തിന് നിങ്ങൾക്ക് അത് സൃഷ്ടിച്ചു God can create opportunities. യേശുവിന് നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കി തരുവാൻ കഴിയും. He is the creator. നമ്മുടെ ദൈവം സൃഷ്ടിക്കുന്നവനാണ്. Hallelujah. ഹല്ലേലൂയ. Number 5, അഞ്ചാമതായി impatience puts us into many troubles. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയില്ലാത്ത അവസ്ഥ അത് ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. Many people, they start praying. ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കുന്നതാണ്. They write many things in the prayer diary. അവർ ഒത്തിരി കാര്യങ്ങൾ അവരുടെ പ്രയർ ഡയറിയിൽ അവർ എഴുതി They വെക്കും. ask praying people to pray for them. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ But പറയും. because of their impatience, അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുവാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് in the impatience they will do starting something out of God's will. അവർക്ക് ക്ഷമിക്കുവാൻ കാത്തിരിക്കുവാൻ കഴിയാത്തത് കൊണ്ട്
ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് എല്ലാം പ്രാപിച്ചെടുക്കുവാൻ അവർക്ക് കഴിയുകയില്ല. You know, Abraham did a great mistake. അബ്രഹാം അതുപോലെ ഒരു വലിയൊരു തെറ്റ് കാണിച്ചു. God had already given him a promise of a son. ദൈവം അവന് ഒരു വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി ദൈവം വാഗ്ദാനം കൊടുത്തിരുന്നു. But Mrs. Abraham said, എന്നാൽ അബ്രഹാമിന്റെ ഭാര്യ മിസസ് അബ്രഹാം പറഞ്ഞു, Achaya, don't wait for any longer. അച്ഛാ, ഇനി ഒത്തിരി നാളൊന്നും അതിനു വേണ്ടി കാത്തിരിക്കേണ്ട You can ആവശ്യമില്ല. go to Hagar and have children. നിങ്ങൾ ഹാഗറിന്റെ അടുത്ത് പോയി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ And ഉണ്ടാക്കാവുന്നതാണ്. Ishmael came out. അവിടെ നിന്ന് ഇസ്മായിൽ ഉണ്ടാകും. And even today the problem is going on in the world. അതിന്റെ പ്രശ്നം ഇന്നും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. But further he waited അദ്ദേഹം പിന്നെയും കാത്തിരിക്കുകയായിരുന്നെങ്കിൽ and Isaac came. ഇസഹാക്ക് വന്നു. Isaac was a great blessing. ഇസഹാക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. So this is my request to all the people sitting here. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടുമുള്ള എൻ്റെ ഒരു അപേക്ഷ ഇതാണ്. Wait for Isaac to come. ഇസഹാക്ക് വരുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. So many proposals came, ഒത്തിരി ആലോചനകൾ വന്നു, but nothing is happening. ഒന്നും നടക്കുന്നില്ല. So I am going to elope with this young man, my neighbor. ഞാൻ എൻ്റെ ഈ അയൽവക്കത്തുകാരനോട് കൂടെ ഒളിച്ചോടി പോകാൻ പോവുകയാണ്. No need of running away like that. അതുപോലെ ഓടി പോകേണ്ട കാര്യമൊന്നുമില്ല. If God has promised, Isaac will come. ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തതാണെങ്കിൽ തീർച്ചയായും ഇസഹാക്ക് നിന്റെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. We should have patience. നമ്മുടെ ഉള്ളിൽ ഒരു ക്ഷമിക്കുന്ന കാത്തിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കും. If you have written your prayer request in the prayer diary, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ ഡയറിയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ it is already registered in heaven's register. അത് സ്വർഗത്തിലെ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കുന്ന ആ രജിസ്റ്ററിന്റെ മേൽ അത് ഓൾറെഡി അത് എഴുതപ്പെട്ടിരിക്കുകയാണ്. It is already recorded in heaven's prayer register. സ്വർഗത്തിലെ പ്രാർത്ഥനാ പുസ്തകത്തിനകത്ത് നിങ്ങളുടെ ഓരോ പ്രാർത്ഥന വിഷയങ്ങൾ അവിടെ എഴുതി ചേർത്ത് And the date for the answer, the reply is also written there. അതിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന അത് എന്നാണ് ലഭിക്കുന്നതും കൂടെ അതിന്റെ സൈഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Wait till it comes. അത് വരുന്നത് വരെ കാത്തിരിക്കുക. Never do any mischief in impatience. കാത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് എടുത്ത ഒരു കാര്യവും ചെയ്യരുത്. If you have prayed something to the Lord, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, because he is your father, ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നത് കൊണ്ട് he will do it for your good. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അത് തീർച്ചയായും ദൈവം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. Sometimes we may not understand the full story. നമുക്ക് അതിന്റെ പൂർണ്ണമായ കഥ പൂർണ്ണ രൂപത്തിൽ നമുക്കത് മനസ്സിലായെന്ന് വരില്ല. One thing I know, എനിക്ക് ഒരു കാര്യം അറിയാം. one thing we know, നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്. my father will do only good thing for me. എന്റെ പിതാവ് എനിക്ക് എപ്പോഴും നല്ലത് മാത്രമേ ചെയ്തു തരികയുള്ളൂ. Lift up your right hand. നിങ്ങളുടെ വലതുകരം ഉയർത്തി പറഞ്ഞു. Everybody say, എല്ലാവരും പറഞ്ഞാലും, my heavenly father എന്റെ സ്വർഗീയ പിതാവ് will do only good things for me. എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. Jeremiah chapter 17 and verse number 7 says, യെരമ്യാവിന്റെ പ്രവചന പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, but blessed is the one who trusts in the Lord, whose confidence is in him. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ പ്രത്യാശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Now look at me. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും, The Bible says you are blessed. ബൈബിൾ പറയുന്നു നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. You are blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Because of your faith in the Lord, you are blessed. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസ നിമിത്തം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Shout a big hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. All the people sitting here are blessed by the Lord. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Hallelujah. ഹല്ലേലൂയ. Lamentations chapter 3 verse number 25 and 26. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ. The Lord is good to those whose hope is in him. To the one who seeks him, it is good to wait quietly for the salvation of the Lord. 25-26 വാക്യങ്ങൾ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാകുന്നു. ഒന്നുകൂടെ തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാകുന്നു. ദൈവം നല്ലവനാകുന്നു. നെക്സ്റ്റ് വൺ 26. യഹോവയുടെ രക്ഷയ്ക്കായി ശാന്തതയോടെ കാത്തിരിക്കുന്നത് നല്ലതാകുന്നു. Hallelujah. Hallelujah. It's good
to wait quietly for the salvation of the Lord. യഹോവയുടെ രക്ഷയ്ക്കായി ശാന്തതയോടെ കാത്തിരിക്കുന്നത് നല്ലതാകുന്നു. No complaints, no murmuring, but simply waiting till the time of the Lord. പിറുവിറുക്കാതെ പരാതികൾ പറയാതെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അത് വളരെ നല്ലതാണ്. In other words, God's goodness is poured on those who have hope in Him. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ നന്മകൾ അനുഗ്രഹങ്ങൾ പകരപ്പെടുന്നത് തന്നിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. Hallelujah. Hallelujah. So if you have hope in the Lord, ദൈവത്തിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചവരാണെങ്കിൽ all the bountiful blessings will be showered on your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഒരു മഴ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് പതിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പോണ്ടിച്ചേരി ഒക്ടോബർ 2 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാവിയോ ഹാൾ, ഹോളി സ്പിരിറ്റ് ചർച്ചിന് സമീപം, ടാഗോർ നഗർ, ലോസ്പെറ്റ്, പുതുച്ചേരി 605008. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഒക്ടോബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന എല്ലാവരെയും തൻ്റെ മുഖപ്രകാശത്താൽ രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ വന്ന് നിറയേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ. ഷോൾഡർ പെയിനുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പെയിൻ മാറിപ്പോകട്ടെ. വയറിനകത്തുള്ള മുഴകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറട്ടെ. ശ്വാസകോശങ്ങൾ സങ്കോചിച്ചു വരുന്നത്, ശ്വാസകോശം ചുരുങ്ങുന്ന രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കിഡ്നികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. യൂറിനറി ബ്ലാഡറിൻ്റെ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ശരീരത്തിൽ ആകമാനം വേദനയും നീർവീക്കമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാകുന്നു. പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞാനിത് പറയുമ്പോൾ തന്നെ ആർത്രൈറ്റിസ് ഉള്ള ചിലരുടെ ശരീരങ്ങളിൽ ശരീരം വല്ലാതെ വിറയ്ക്കുന്നത് പോലെയും വിയർക്കുന്നത് പോലെയും ചിലർക്ക് അനുഭവപ്പെടുന്നുണ്ട്. പൂർണ്ണമായ സൗഖ്യം ആ ശരീരത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് മിനി എന്നു പേരുള്ളൊരു സഹോദരി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് ബാധിച്ച മിനി യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയും. താങ്ക് യു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിനായി നന്ദി പറയും. നിങ്ങളുടെ വിഷയം ഏതാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് വിശ്വാസത്താൽ ആ വിടുതൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏതാവശ്യത്തിലും കർത്താവെ നിൻ്റെ വിടുതൽ ഇപ്പോൾ അയക്കുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് പോണ്ടിച്ചേരിയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ടാണ് ഇത് കാണുന്നതെങ്കിലും പോണ്ടിച്ചേരിയിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പരിചയത്തിലുള്ളവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ അറിയിക്കണം. ഒരുപക്ഷെ അവർക്ക് ഈ പ്രോഗ്രാം കാണാൻ സാധ്യമല്ല. ബട്ട് ലെറ്റ് ദം കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. നാളെ ബാംഗ്ലൂരിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നവരെല്ലാം എത്തിച്ചേരണം. കർത്താവ് ഒത്തിരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ തന്നെ ഓർക്കുക, എല്ലാ ഞായറാഴ്ചകളിലും ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് നിങ്ങൾക്ക് വരാം, ദൈവിക അനുഗ്രഹങ്ങളിൽ നിറയാം. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലെസ്സിങ് സെൻറ്റർ എവിടെയാണെന്ന് അറിയുവാൻ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മൺഡേ നമുക്ക് വീണ്ടും കാണാം. ബൈ.